ക്രിക്കറ്റിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങളുടെ ബന്ധം വഷളാകുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. സൂപ്പർ ഫോറിലെ മത്സരത്തിന് ശേഷവും താരങ്ങളുടെ പ്രതികരണങ്ങളും ആഘോഷങ്ങളും എല്ലാം വലിയ ചർച്ചയാവുകയാണ്. യുദ്ധം ധ്വനിപ്പിച്ചുകൊണ്ടായിരുന്നു പാക് താരങ്ങളുടെ പ്രകോപനമെങ്കിൽ പാകിസ്ഥാനെ പരിഹസിച്ചായിരുന്നു ഇന്ത്യൻ നായകന്റെ മറുപടി. मैं एक्चुअली ये क्वेश्चन के ऊपर एक चीज़ बोलना चाहूँगा. मुझे ऐसा लगता है कि आप लोगों को ये क्वेश्चन पूछने बंद कर देना चाहिए अभी राइवलरी के ऊपर, बिकॉज राइवलरी स्टैंडर्ड राइवलरी एक ही बात है सर. कोई टीम अच्छा क्रिकेट खेले नहीं खेले, मेरे हिसाब से अगर दो टीमें 15-20 मैच खेल रही हैं और उसमें अगर 7 ऑल है या 8-7 से कोई आगे चल रहा है तो उसको अच्छा क्रिकेट खेलना बोलते हैं और उसको राइवलरी बोलते हैं. अब 13-0 10-1 मुझे पता नहीं क्या स्टैट है, बट दिस इज़ नॉट अ राइवलरी एनी मोर. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുചീഷ് വി രവീന്ദ്രൻ ചേരുകയാണ്. രുചീഷ, സംഘർഷകാലത്ത് ക്രിക്കറ്റ് വേണോ എന്ന് തോന്നിപ്പോകുന്നോ ഇത്തരം നീക്കങ്ങൾ കാണുമ്പോൾ? സംഗീത, അങ്ങനെ തന്നെ തോന്നിപ്പോകുന്നു. കാരണം ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്കറിയാം, സംഘർഷം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ക്രിക്കറ്റ് താരങ്ങളുടെ ബന്ധം നല്ല രീതിയിൽ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ തരത്തിലാണ് ബന്ധം പോകുന്നതെങ്കിൽ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കേണ്ടതുണ്ടോ എന്ന് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോൾ മത്സരങ്ങൾ പോകുന്നത്. ഇന്നലെ സൂപ്പർ ഫോർ മത്സരത്തിലേക്ക് വരുമ്പോഴും പതിവ് പോലെ തന്നെ, കഴിഞ്ഞ ദിവസം ഇല്ലാത്തതുപോലെ തന്നെ ഹസ്തദാനം ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റന്മാർ മുഖം കൊടുക്കാതെയാണ് ടോസിന് എത്തിയത്. അതിനുശേഷം മത്സരത്തിലും നല്ല ഒരു രംഗം പോലും ഇരു താരങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല എന്നത് മാത്രമല്ല, ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം കാണിച്ചത് ഒരു യുദ്ധ സമാനമായി ഒരു AK-47 തോക്ക് പിടിക്കുന്നത് പോലെ ബാറ്റ് പിടിച്ചുള്ള ഒരു ആഘോഷം നടത്തി. അത് വലിയ തരത്തിൽ ചർച്ചയായി. അതിനു പിന്നാലെ ഹാരിസ് റൌഫ് അദ്ദേഹം കാണിച്ചത് വിമാനം താഴെ വീഴുന്നത് കാണിച്ച ഒരു ആംഗ്യമാണ് കാണികളോട് കാണിച്ചത്. ഇതാകട്ടെ നേരത്തെ 6-0 എന്ന തരത്തിൽ ഒരു കൈകൊണ്ടുള്ള ഒരു ആംഗ്യം കാണിച്ചു. അതായത് റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു യുദ്ധത്തിൽ എന്ന തരത്തിലാണ് ആ ആംഗ്യത്തെ പലരും വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയും സാമൂഹ്യ മാധ്യമങ്ങളിൽ. ശരി രുചീഷ്, എന്താണെങ്കിലും വൈരം തുടരുന്നതാണ് നമ്മൾക്ക് കാണാനാവുന്നത്. രുചീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനിയൊരു